മച്ചന്മാരെ, ഇതറിയാതെ നിങ്ങൾ ജർമ്മനിയിലോട്ട് വന്നാൽ ഉറപ്പായിട്ടും റീഗ്രറ്റ് ചെയ്യും. എന്താണെന്നല്ലേ, ഞാനൊന്ന് ചുരുക്കി പറയാം. ഒന്ന്, ജർമ്മൻ ലാംഗ്വേജ് ഇല്ലാതെ നമുക്ക് ജർമ്മനിയിൽ ഒന്നും ചെയ്യാൻ പറ്റില്ല. ഇവിടെ ജീവിക്കണമെങ്കിൽ ജർമ്മൻ ലാംഗ്വേജ് അത്യാവശ്യമാണ്. രണ്ട്, ജർമ്മനിയിലോട്ട് വരണമെങ്കിൽ ഒരു ജർമ്മൻ മൈൻഡ് സെറ്റ് ഉണ്ടാവണം. അതെന്താണെന്ന് നമുക്ക് ഡീറ്റെയിൽ ആയിട്ട് നോക്കാം. മൂന്ന്, ഇവിടെ ഇൻ്റഗ്രേഷൻ എത്ര ഫാസ്റ്റാണോ അത്രയും നിങ്ങൾ സേഫാണ്. നാല്, ജർമ്മനിയിൽ അല്ലെങ്കിൽ യൂറോപ്പിൽ സെറ്റിൽ ആവാനായിട്ട് ഡ്രൈവിംഗ് ലൈസൻസ് അത്യാവശ്യമാണോ? അഞ്ച്, ഇവിടെ വന്നാൽ ഒറ്റപ്പെട്ടു പോകാനുള്ള സാധ്യത വളരെ കൂടുതലാണ്. ആറ്, ജർമ്മൻ ജോബ് മാർക്കറ്റിലെ ഇപ്പോഴത്തെ ക്രൈസിസും നിങ്ങൾ നേരിടേണ്ടി വരുന്ന ചലഞ്ചസും. ഏഴ്, ഇവിടെ വന്നു കഴിഞ്ഞിട്ടുണ്ടെങ്കിൽ നിങ്ങൾ ഒരിക്കലും മറക്കാൻ പാടില്ലാത്ത ഒരു കാര്യം. മച്ചന്മാരെ, ഈ കാര്യങ്ങളൊക്കെ ഞാൻ മാത്രമല്ല, എൻ്റെ ഫ്രണ്ട്സും ഇവിടെ വന്നു കഴിഞ്ഞിട്ട് റീഗ്രറ്റ് ചെയ്ത, അല്ലെങ്കിൽ ഇങ്ങോട്ട് വരുന്നതിന് മുമ്പ് ആരെങ്കിലും ഒന്ന് അറിഞ്ഞിരുന്നെങ്കിൽ എന്ന് കരുതിയ കാര്യങ്ങളാണ്. നിങ്ങൾക്കോ അല്ലെങ്കിൽ നിങ്ങളുടെ ഫ്രണ്ട്സിനോ നിങ്ങളുടെ മക്കളോ ആരെങ്കിലും ഇങ്ങോട്ട് വരാൻ പ്രിപ്പയർ ചെയ്യുന്നുണ്ടെങ്കിൽ ഈ കാര്യങ്ങൾ ഉറപ്പായിട്ടും പ്രയോജനപ്പെടും. അപ്പോൾ ലെറ്റ് സ്റ്റാർട്ട്. ഗൈസ്, വെൽക്കം ടു ക്ലൗഡ് മല്ലു. ഐ എം ചാൾസ്. നമ്പർ 1, ജർമ്മനിയിൽ താമസിക്കാൻ ജർമ്മൻ ലാംഗ്വേജിൻ്റെ ഇമ്പോർട്ടൻസ്. മച്ചന്മാരെ, നിങ്ങൾക്കിവിടെ അഡ്മിഷൻ കിട്ടിയിരിക്കുന്ന കോഴ്സ് അത് ഇംഗ്ലീഷിലാണെങ്കിൽ, അല്ലെങ്കിൽ നിങ്ങൾക്കിവിടെ ഒരു ഇംഗ്ലീഷ് സ്പീക്കിംഗ് ജോബ് കിട്ടി ബെർലിൻ, ഫ്രാങ്ക്ഫർട്ട്, സ്റ്റുട്ട്ഗാർട്ട് പോലുള്ള സിറ്റിയിലാണ് നിങ്ങൾ താമസിക്കുന്നതെങ്കിൽ നിങ്ങൾക്കിവിടെ ജർമ്മൻ ഇല്ലാതെ ലൈഫ് തുടങ്ങാം. ബട്ട് ഡെയിലി ലൈഫിൽ നിങ്ങൾക്ക് മനസ്സിലാവും ജർമ്മൻ ഇല്ലാതെ ഇവിടെ നിങ്ങൾക്കൊന്നും നടക്കില്ലെന്ന്. ഒരു ഗവൺമെൻറ് ഓഫീസിൽ പോകണമെങ്കിലോ ഒരു ഡോക്ടറുടെ അപ്പോയിൻമെൻ്റ് ഉണ്ടെങ്കിലോ ഇനി നിങ്ങൾക്ക് പഠനത്തോടൊപ്പം നല്ലൊരു പാർട്ട് ടൈം ജോബ് വേണമെങ്കിലും ജർമ്മൻ അത്യാവശ്യമായി വരും. അതിനാൽ മിനിമം A2 അല്ലെങ്കിൽ B1 വരെ പഠിച്ചതിന് ശേഷം ഇങ്ങോട്ട് വരുന്നതായിരിക്കും നിങ്ങൾക്ക് സേഫ്. രണ്ടാമത്തെ പോയിൻ്റാണ് ഒരു ജർമ്മൻ മൈൻഡ് സെറ്റ് ഉണ്ടാവണമെന്ന്. നിങ്ങൾക്ക് വിസ കിട്ടി എല്ലാവരോടും യാത്ര പറഞ്ഞ് ജർമ്മനിക്ക് ഫ്ലൈറ്റ് കയറുന്നതിന് മുമ്പ് ചെയ്തിരിക്കേണ്ട ഒരു കാര്യമാണ് നമ്മുടെ നാട്ടിലെ മൈൻഡ് സെറ്റ് അവിടെ വെച്ചിട്ട് ഇങ്ങോട്ട് വരിക എന്നുള്ളത്. നമ്മുടെ നാട്ടിലേതുപോലല്ല ഇവിടെ പലതും. പങ്ക്ച്വാലിറ്റിയും പ്രൊഫഷണലിസവും ഫ്രാങ്ക്നെസ്സുമാണ് ജർമ്മൻ കൾച്ചർ. എന്നാൽ ജർമ്മൻ ബ്യൂറോക്രസിയും അതിൻ്റെ ഡിലേയും നമ്മളെ ക്ഷമ പഠിപ്പിക്കും. ഇത് മനസ്സിലാക്കിയില്ലെങ്കിൽ ഇവിടുത്തെ സിസ്റ്റത്തെയും ഇവിടുത്തെ ആളുകളുടെ ആറ്റിറ്റ്യൂഡിനെയും ഒക്കെ നമ്മൾ കുറ്റപ്പെടുത്തിക്കൊണ്ടേയിരിക്കും. നമ്പർ 3, ജർമ്മനിയിൽ വന്നാൽ എത്രയും പെട്ടെന്ന് ഇൻ്റഗ്രേറ്റ് ആവുന്നോ അത്രയും സേഫാണ് നിങ്ങൾ. ഇവിടെ വന്നാൽ നിങ്ങൾ ആദ്യമേ ചെയ്യേണ്ട കാര്യങ്ങളാണ് ഹെൽത്ത് ഇൻഷുറൻസും സിം കാർഡും എടുക്കുന്നത്, ബാങ്ക് അക്കൗണ്ട് തുടങ്ങുന്നത്, ഒരു അക്കോമഡേഷൻ കണ്ടുപിടിക്കുന്നത്, ഇനി അത് കണ്ടുപിടിച്ചാൽ സിറ്റി രജിസ്ട്രേഷൻ ചെയ്യുന്നത്, വിസ അപ്പോയിൻമെൻറ്റുകൾ പ്ലാൻ ചെയ്യുന്നത്. ഇതെല്ലാം പെട്ടെന്ന് തന്നെ ക്ലിയർ ചെയ്തതിന് ശേഷം നിങ്ങളൊരു ജർമ്മൻ കോഴ്സിന്, പറ്റിയാൽ ഒരു ഇൻ്റഗ്രേഷൻ കോഴ്സിന് തന്നെ ജോയിൻ ചെയ്യണം. ട്രസ്റ്റ് മീ, ഇതൊരു ലൈഫ് സേവർ ടിപ്പായിരിക്കും. മച്ചന്മാരെ, അടുത്ത പോയിന്റാണ് ജർമ്മനിയിൽ അല്ലെങ്കിൽ യൂറോപ്പിൽ വന്ന് സെറ്റിൽ ആവാൻ ഡ്രൈവിംഗ് ലൈസൻസ് അത്യാവശ്യമാണോ എന്നുള്ളത്. ഞാൻ ഇവിടെ വന്നു കഴിഞ്ഞപ്പോൾ എൻ്റെ അടുത്ത് പലരും പറഞ്ഞിട്ടുണ്ട് ജർമ്മനിയിലെ പബ്ലിക് ട്രാൻസ്പോർട്ട് സിസ്റ്റം വളരെ നല്ലതാണ്, അതുകൊണ്ട് എല്ലാം ആക്സസിബിൾ ആണ്, നമുക്ക് ഡ്രൈവിംഗ് ലൈസൻസിൻ്റെ ആവശ്യം വരികയില്ലെന്ന്. എന്നാൽ സത്യം എന്താണെന്ന് വെച്ചാൽ മച്ചന്മാരെ, ഇവിടെ ഡ്രൈവിംഗ് ലൈസൻസ് ഇല്ലെങ്കിൽ നമുക്ക് പല അവസരങ്ങളും നഷ്ടമാവും. ഇനി അതെടുത്തു കഴിഞ്ഞാലോ നിങ്ങൾക്ക് കൂടുതൽ തൊഴിലവസരങ്ങളും മൊബിലിറ്റിയും കിട്ടും. ഇനി ഇതൊന്നുമല്ല, നമ്മളെപ്പോലുള്ള വണ്ടിപ്രാന്തന്മാരുടെ ഡ്രീമാണ് എല്ലാ യൂറോപ്യൻ രാജ്യങ്ങളും ഫാമിലിയായിട്ട് വണ്ടി ഓടിച്ച് പോകുക എന്നുള്ളത്, അല്ലെങ്കിൽ ജർമ്മൻ ഓട്ടോബാനിലൊക്കെ ഒന്ന് കാല് കൊടുത്ത് പറപ്പിക്കുക എന്നുള്ളത്. അപ്പോൾ അതുകൊണ്ട് നിങ്ങൾ ഇവിടെ വന്ന് സെറ്റിലായാൽ ഉറപ്പായും അടുത്തതായിട്ട് സ്റ്റാർട്ട് ചെയ്യേണ്ട കാര്യങ്ങളാണ് ഡ്രൈവിംഗ് ലൈസൻസിൻ്റെ പ്രൊസീജിയർ. അതെങ്ങനെ ചിലവ് കുറച്ചെടുക്കുക എന്നുള്ളതും പിന്നെ അതിൻ്റെ പ്രൊസീജിയർ അങ്ങനെ സ്പീഡിലാക്കാമെന്നുള്ള പ്ലാൻ ചെയ്യേണ്ട കാര്യങ്ങളും ഞാൻ വേറൊരു വീഡിയോയിൽ നിങ്ങൾക്ക് എക്സ്പ്ലെയിൻ ചെയ്യാം. നമ്പർ 5, ഇവിടെ വന്നാൽ ഒറ്റപ്പെട്ടു പോകാൻ വളരെ എളുപ്പമാണ്. അതിനാൽ സോഷ്യലൈസ് ചെയ്യാനായി മലയാളി കമ്മ്യൂണിറ്റികളോ സ്പോർട്സ് ക്ലബ്ബുകളോ ഒക്കെ നിങ്ങൾ പ്രയോജനപ്പെടുത്തണം. ഇത് നിങ്ങളുടെ മെൻ്റൽ ഹെൽത്തിനും ഇൻ്റഗ്രേഷനും വളരെ സഹായിക്കും. പോയിന്റ് നമ്പർ 6, ജർമ്മൻ ജോബ് മാർക്കറ്റിലെ ഇപ്പോഴത്തെ ക്രൈസിസും നിങ്ങൾ നേരിടാൻ പോകുന്ന ചലഞ്ചസും. മച്ചന്മാരെ, ജർമ്മൻ ജോബ് മാർക്കറ്റ് ഇതുവരെ കണ്ടിട്ടുള്ളതിൽ വെച്ച് വലിയൊരു ക്രൈസിസാണ് ഇപ്പോൾ ഉള്ളത്. അതിവിടെയുള്ള ഓട്ടോമോട്ടീവ് പോലുള്ള പല സെക്ടറുകളിലും ഉണ്ടായ തിരിച്ചടിയാണ് ഇതിന് കാരണം. അതിനാൽ നിങ്ങൾക്ക് ഇവിടെ നല്ലൊരു പാർട്ട് ടൈം ജോബ് കിട്ടുക എന്നതും പഠിച്ചു കഴിഞ്ഞാൽ അതേ സെക്ടറിൽ തന്നെ നല്ലൊരു ജോബ് കിട്ടുക എന്നുള്ളതും അത്ര എളുപ്പമായിരിക്കില്ല ഇനി. എങ്കിലും നിങ്ങളുടെ ജർമ്മൻ ലാംഗ്വേജ് സ്കിൽസും പഠിച്ച ഫീൽഡിൽ ഏതെങ്കിലും ഒരു കമ്പനിയിൽ ഒരു ഇൻറ്റേൺഷിപ്പ് ചെയ്യുന്നതും ഒക്കെ നിങ്ങൾ ഇവിടെ ജോബ് ഹണ്ടിങ്ങിന് സഹായിക്കും. ഇവിടുത്തെ പാർട്ട് ടൈം ജോബുകളെക്കുറിച്ച് നിങ്ങൾക്ക് കൂടുതൽ അറിയണമെങ്കിൽ ഒന്ന് കമൻറ്റ് ചെയ്യണമേ, ഞാനത് എക്സ്പ്ലെയിൻ ചെയ്യാം. ഗൈസ്, ലാസ്റ്റ് പോയിന്റ്, ഒറ്റ കാര്യം നിങ്ങൾ മറക്കരുത്. നിങ്ങൾ എന്തിനാണ് ജർമ്മനിയിലോട്ട് വന്നതെന്ന്. അത് ചിലപ്പോൾ ബെറ്റർ എഡ്യൂക്കേഷൻ ആയിരിക്കാം, ബെറ്റർ ലൈഫ് സ്റ്റൈൽ ആയിരിക്കാം, അല്ലെങ്കിൽ ഒരു ഡ്രീം ജോബായിരിക്കാം. ബട്ട് ഓൾവേസ് കീപ് ദാറ്റ് ഗോൾ ഇൻ യുവർ മൈൻഡ്.
മച്ചാമാരെ, നമുക്ക് കൺക്ലൂഡ് ചെയ്യാം. ജർമ്മനി എന്ന് പറയുന്നത് ലോകത്തിൻ്റെ എല്ലാ ഭാഗത്തു നിന്നുള്ള മിടുക്കരായ കുട്ടികളുടെ ഡ്രീം ഡെസ്റ്റിനേഷനാണ് ഇപ്പോൾ. അതുകൊണ്ട് നിങ്ങൾക്ക് ഇവിടെ ഒരു പബ്ലിക് യൂണിവേഴ്സിറ്റിയിൽ നിങ്ങൾക്ക് ഇഷ്ടപ്പെട്ട കോഴ്സിന് അഡ്മിഷൻ കിട്ടുക എന്നുള്ളതും അതിൻ്റെ കൂടെ തന്നെ നല്ലൊരു പാർട്ട് ടൈം ജോബ് കിട്ടുക എന്നുള്ളതും പിന്നെ ഇനി പഠിച്ചു കഴിഞ്ഞിട്ടുണ്ടെങ്കിൽ ആ പഠിച്ച ഫീൽഡിൽ തന്നെ ഒരു നല്ല ഫുൾ ടൈം ജോബ് കിട്ടുക, നിങ്ങളുടെ ഒരു ഡ്രീം ജോബ് കിട്ടുക എന്നുള്ളതും എന്നത്തേക്കാളും ചലഞ്ചിങ് ആയിട്ട് മാറിയിരിക്കുകയാണ്. പക്ഷേ ഇതുപോലുള്ള കാര്യങ്ങൾ നേരത്തെ മനസ്സിലാക്കുന്നതിലൂടെയും അതനുസരിച്ച് സ്വയം പ്രിപ്പയർ ചെയ്യുന്നതിലൂടെയും നിങ്ങൾക്ക് ഇവിടുത്തെ ഇൻ്റഗ്രേഷനും ജോബ് ഹണ്ടിങ് ഒക്കെ വളരെ ഈസി ആക്കാൻ പറ്റും. ഈ വീഡിയോ നിങ്ങൾക്ക് പ്രയോജനപ്പെട്ടു എന്ന് ഞാൻ കരുതുന്നു. ഇത് ഇനി നിങ്ങളെപ്പോലുള്ള ഫ്രണ്ട്സിന് ഇഷ്ടപ്പെടുവാണെങ്കിൽ അവർക്കൊന്ന് ഫോർവേഡ് ചെയ്ത് കൊടുക്കുക. നമുക്കിനി ഇതുപോലുള്ള ഒരു യൂസ്ഫുൾ കണ്ടൻറ്റുമായിട്ട് അടുത്ത വീഡിയോയിൽ കാണാം. അപ്പോൾ വണക്കം മച്ചാമാരെ.